welcome to Xylem Learning. Amrita Miss ആണ്. അപ്പോൾ മക്കളെ നമ്മളുടെ ഒന്നാമത്തെ ചാപ്റ്റർ ഏകദേശം സ്കൂളിലൊക്കെ തീർന്നിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ ആ ഒരു ചാപ്റ്റർ എങ്ങനെ 5 മിനിറ്റ് കൊണ്ട് സെറ്റ് ആക്കാന്നുള്ള കാര്യമാണ് മിസ് ഇന്ന് ഇവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ മക്കളൊക്കെ റെഡി ആണല്ലോ? നമ്മൾ ഒന്നാമത്തെ ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞതാണ്. നമുക്കിന്ന് പെട്ടെന്ന് നോക്കാം എന്തൊക്കെയാണ് ഇതിലെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങളെന്ന്. ഇതിലെ മക്കൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് ഈ രണ്ട് ആൾക്കാരെ പറ്റിയാണ്. ഇവരാണ് സെറ്റ് സ്ക്വയേഴ്സ്. അതായത് നമ്മുടെ ഇൻസ്ട്രുമെന്റ് ബോക്സിൽ രണ്ട് ത്രികോണങ്ങളുണ്ട്, രണ്ട് ട്രയാങ്കിൾസ് ഉണ്ട്. ആ ട്രയാങ്കിളുകളുടെ പേരാണ് സെറ്റ് സ്ക്വയേഴ്സ്. അപ്പോൾ മക്കളെ നിങ്ങളുടെ ഒന്നാമത്തെ ഇമ്പോർട്ടൻറ്റ് ഭാഗം എന്ന് പറയുന്നത് ഈ സെറ്റ് സ്ക്വയേഴ്സിന് ഉപയോഗിച്ച് എങ്ങനെ ഒരു ചിത്രം വരയ്ക്കാം എന്നുള്ളതാണ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ മിസ്സിൻ്റെ കയ്യിൽ ഇവിടെ ഒരു സമചതുരമുണ്ട്. എല്ലാ വശങ്ങളും തുല്യമായ ഒരു സമചതുരം, ഒരു സ്ക്വയർ അല്ലേ? നമുക്കറിയാം സ്ക്വയറിന്റെ പ്രത്യേകത എന്താ? എല്ലാ സൈഡുകളും തുല്യമായിരിക്കും അല്ലെ, ഈക്വൽ ആയിരിക്കും. ഈ ഒരു ചിത്രം മിസ് എന്ത് ചെയ്യാൻ പോവാണ്? സെറ്റ് സ്ക്വയർ ഉപയോഗിച്ച് വരയ്ക്കാൻ വേണ്ടി പോവാണ്. റെഡി ആണല്ലോ? അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? നമുക്ക് നമ്മുടെ സ്കെയിൽ എടുക്കാം. റൈറ്റ്, ഈ സ്കെയിൽ എടുത്ത് മിസ് എന്ത് ചെയ്യാണ്? ആദ്യം തന്നെ 5 സെന്റിമീറ്റർ വരയ്ക്കാൻ വേണ്ടി പോവാണ്. മിസ് 5 സെന്റിമീറ്റർ ലൈൻ വരച്ചു. ഇനി എന്ത് ചെയ്യാൻ പോവാം? മിസ് എന്ത് ചെയ്തു എന്നറിയോ? കുറച്ചുകൂടി ഒന്ന് നീട്ടി വരച്ചു വെച്ചു. അവിടെ നിന്നോടെ നമുക്ക് ആവശ്യം വരും. ഇനി എന്ത് ചെയ്യാം? സ്കെയിൽ മാറ്റി നമ്മളുടെ സെറ്റ് സ്ക്വയർ എടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സെറ്റ് സ്ക്വയർ എടുക്കാം, ഏത് സെറ്റ് സ്ക്വയർ വേണമെങ്കിലും എടുക്കാം. ഓക്കെ, മിസ് ഇപ്പോൾ ഈ സെറ്റ് സ്ക്വയർ എടുത്തു. എന്നിട്ട് എന്ത് ചെയ്യുക? സെറ്റ് സ്ക്വയർ കറക്റ്റ് നമ്മൾ വരച്ച ലൈനിൻ്റെ മുകളിൽ കൊണ്ടുവയ്ക്കാം. ഓക്കെ, നമ്മൾ ലൈനിൻ്റെ മുകളിൽ കൊണ്ടുവയ്ക്കുക. ഇവിടെ നിന്ന് മുകളിലോട്ട് 5 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്യുക. 5 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്തു. ഓക്കെ, 5 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്തു. ഇത് 5 സെൻറ്റിമീറ്റർ ഇവിടെ എഴുതിയിട്ടുണ്ടല്ലേ. ഇനി നമ്മൾ എന്ത് ചെയ്യുക? സെറ്റ് സ്ക്വയർ എടുക്കുക. ഏത് വേണമെങ്കിലും എടുക്കാം, നമ്മൾ ആദ്യം എടുത്ത് തന്നെ എടുക്കാം. നമുക്ക് സെറ്റ് സ്ക്വയർ എടുത്തു. എന്നിട്ട് എന്ത് ചെയ്യുക? അടുത്ത പോയിന്റിൽ വെക്കുക. അടുത്ത പോയിന്റ് എവിടെയാ? 5 സെൻറ്റിമീറ്റർ എവിടെയാണോ വെച്ചത് അവിടെ തന്നെ കൊണ്ടുവയ്ക്കുക. അവിടെ നിന്ന് മുകളിലോട്ട് എന്ത് ചെയ്യുക? 5 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്യുക. അഞ്ച് സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്യുക. ആയില്ലല്ലോ, ഇവിടെ നിന്ന് 5 സെൻറ്റിമീറ്റർ. ഓക്കെ, കഴിഞ്ഞു. ഇപ്പോൾ ഇവിടെ 5 സെൻറ്റിമീറ്റർ ആയി, ഇവിടെ 5 സെൻറ്റിമീറ്റർ ആയി, ഇവിടെ 5 സെൻറ്റിമീറ്റർ ആയി. ഇനി എന്താ ചെയ്യേണ്ടത്? സ്കെയിൽ ഉപയോഗിച്ച് നമ്മളുടെ ഏറ്റവും ടോപ്പിലുള്ള ഭാഗങ്ങളും കൂടി നമ്മൾ എന്ത് ചെയ്താൽ മതി? കൂട്ടി യോജിപ്പിച്ചാൽ നമ്മുടെ സംഭവം സെറ്റ് അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി? 5 സെൻറ്റിമീറ്റർ 5 സെൻറ്റിമീറ്റർ ഉള്ള ഒരു സമചതുരം ഒരു സ്ക്വയർ നമ്മൾ എന്ത് വിചാരിച്ചു? സെറ്റ് സ്ക്വയർ ഉപയോഗിച്ച് വരച്ചു അല്ലേ? സെറ്റ് സ്ക്വയർ ഉപയോഗിച്ച് വരച്ചു. ഇനി മക്കൾക്ക് എന്ത് ചെയ്യാം? ഇങ്ങനെ ചരിഞ്ഞുള്ള ചിത്രങ്ങളൊക്കെ തന്നാലും, ചരിഞ്ഞ ചിത്രങ്ങളാണെങ്കിലും സെറ്റ് സ്ക്വയർ ഉപയോഗിച്ച് വരയ്ക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ പാർട്ട് കഴിഞ്ഞു. രണ്ടാമത്തെ ഇമ്പോർട്ടൻറ്റ് ഭാഗം എന്ന് പറയുന്നത് കോമ്പസിനെ പറ്റിയാണ്. നമുക്ക് കോമ്പസ് എന്താണെന്ന് അറിയാം അല്ലേ? വട്ടം വരയ്ക്കാൻ നമ്മൾ എടുക്കുന്നതാണ് കോമ്പസ് എന്ന് പറയുന്നത്. അപ്പോൾ കോമ്പസിൽ പെൻസിലൊക്കെ ഇട്ട് സെറ്റാക്കി വെച്ചതിന് ശേഷം നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഡ്രോ എ സർക്കിൾ ഓഫ് റേഡിയസ് 3 സെൻറ്റിമീറ്റർ. 3 സെൻറ്റിമീറ്റർ റേഡിയസ് ഉള്ള ഒരു സർക്കിൾ വരയ്ക്കുക. ഇങ്ങനെയാണ് മക്കൾക്ക് എന്ത് വരിക? ക്വസ്റ്റ്യൻ വരിക. ആരം 3 സെൻറ്റിമീറ്റർ ഉള്ള ഒരു വൃത്തം വരയ്ക്കാനാണ് ക്വസ്റ്റ്യൻ വരിക. അപ്പോൾ എന്താ ചെയ്യേണ്ടത് എൻ്റെ മക്കള്? ആദ്യം നമ്മുടെ സ്കെയിൽ എടുത്ത് വെക്കുക. ഓക്കെ, സ്കെയിൽ എടുത്ത് വെക്കുക. പിന്നെ നമ്മളുടെ കോമ്പസ് എടുക്കുക. കോമ്പസ് എടുത്തതിന് ശേഷം എന്ത് ചെയ്യുക? കോമ്പസ് എടുക്കുക. ഈ കോമ്പസ് നമ്മൾ എന്ത് ചെയ്യുക? 3 സെൻറ്റിമീറ്ററിലേക്ക് സെറ്റ് ചെയ്യാം. കോമ്പസിനെ 3 സെൻറ്റിമീറ്ററിലോട്ട് സെറ്റ് ചെയ്യുക. മിസ് 3 സെൻറ്റിമീറ്റർ കറക്റ്റ് വെച്ചു. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യാം? നമുക്ക് സ്കെയിലിനെ മാറ്റാം. പെൻസിൽ വെച്ച് വൃത്തം വരയ്ക്കുക. കണ്ടോ? വൃത്തം വരച്ചു. ഇത്രയേ ഉള്ളൂ നമുക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യം? കോമ്പസിനെ കൊണ്ടുള്ള ആവശ്യം കഴിഞ്ഞു. അപ്പോൾ ഇവിടെ നമ്മൾ വരയ്ക്കുവാണെങ്കിൽ ഇതെന്ന് പറയുന്നത് 3 സെൻറ്റിമീറ്റർ ആണ് അല്ലേ? ഇതെന്താ? ആരം അല്ലേ? ഇതിനെ വിളിക്കുന്ന പേരാണ് ആരം അല്ലെങ്കിൽ റേഡിയസ്. ഈ 3 സെൻറ്റിമീറ്റർ ഈ ദൂരമില്ലേ, അതാണ് ആരം അല്ലെങ്കിൽ റേഡിയസ്. ഈ സാധനം സെൻറ്ററിൽ നമ്മൾ കോമ്പസ് കുത്തിയ ഭാഗത്തിനെ വിളിക്കുന്ന പേരാണ് സെൻറ്റർ അല്ലെങ്കിൽ കേന്ദ്രം. കഴിഞ്ഞു മക്കളെ, ഇത്രയേ ഉള്ളൂ നിങ്ങളുടെ ചാപ്റ്റർ. ഇനി ഇതൊന്ന് നീട്ടി വരച്ചാൽ ഇവിടെ മുതൽ ഈ മുഴുവൻ ലെങ്തിനെ വിളിക്കുന്ന പേരാണ് വ്യാസം അല്ലെങ്കിൽ ഡയാമീറ്റർ.
ഓക്കെ, അപ്പോൾ ഈ ഒരു ചാപ്റ്റർ ഇത്രയേ ഉള്ളൂ. പല സെൻറ്റിമീറ്റർ 2, 3, 4, 5, 6, 7, 8 നിങ്ങൾക്ക് ഇഷ്ടമുള്ള സെൻറ്റിമീറ്റർ എടുക്കുക. കുറേ വൃത്തങ്ങൾ വരച്ച് പ്രാക്ടീസ് ചെയ്യുക. നിങ്ങളുടെ ചാപ്റ്റർ ഇതോടെ സെറ്റ് ആവും. ഓക്കെ, സോ താങ്ക് യു സ്റ്റുഡൻസ്, താങ്ക് യു സോ മച്ച്. അപ്പോൾ എല്ലാവർക്കും ഇത് ഹെൽപ്ഫുൾ ആയല്ലോ. അപ്പോൾ അടിപൊളിയായിട്ട് പ്രാക്ടീസ് ചെയ്യുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ എവ്രി വൺ.